ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗ്രേ ഡിവോഴ്സ് എന്താണെന്ന്? എന്താണ് ഈ ഗ്രേ ഡിവോഴ്സ്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയ വിഷമമാണ് ആ ഒരു പദം തന്നെ കേൾക്കുമ്പോൾ, അല്ലേ? 10-25 വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പിരിയുന്നു. നമ്മൾ സെലിബ്രിറ്റീസിൻ്റെ ഇടയിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് കൂടുതലാണ്. സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ മാത്രമല്ല, നമ്മുടെ സാധാരണ ജനങ്ങൾക്കിടയിലും ഇപ്പോൾ ഗ്രേ ഡിവോഴ്സ് കൂടി വരുന്നുണ്ട്. എന്താ ഇതിന് കാരണം എന്ന് നിങ്ങൾക്കറിയോ? അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് റീസൺസ് ഞാൻ പറയാം. ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ച് 10-25 വർഷം ഒന്നിച്ച് ജീവിച്ച് പെട്ടെന്ന് അഭിപ്രായ ഭിന്നത വരുന്നു. ഒരിക്കലും ഒന്നിച്ച് ജീവിക്കാൻ ഇനി പറ്റില്ല എന്ന് ഈ രണ്ടുപേരും തീരുമാനിക്കുന്നു. അവർ വേർപിരിയുന്നു. പക്ഷേ അതൊരു വല്ലാത്തൊരു വിഷമം പോലെ. കാരണം കല്യാണം കഴിച്ച ഉടനെ നമ്മൾ ഡിവോഴ്സ് ചെയ്യുന്ന പോലെ അല്ല. ഒരു 10-25 വർഷം ഒന്നിച്ച് ജീവിക്കുകയും 50 വയസ്സിന് മുകളിലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഡിവോഴ്സ് ചെയ്യുക എന്ന് പറയുന്നൊരു കണ്ടീഷൻ അല്ലേ? അപ്പം എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നും, എന്തുകൊണ്ടാണ് മനുഷ്യർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും റീസണാണ് ഇന്നത്തെ കാലത്ത്, അല്ലേ? ഇപ്പം എന്തിനും അങ്ങോട്ടും അന്യോന്യം കുറ്റപ്പെടുത്തലുകൾ ഏറെയാണെന്ന് ഞാൻ പറയും. കാരണം അഡ്ജസ്റ്റ്മെൻറ്റുകൾ വളരെ കുറവാണ് ഇന്നത്തെ കാലഘട്ടത്തിലും. ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിക്കുന്നില്ല, ഭാര്യ പറയുന്നത് ഭർത്താവ് അനുസരിക്കുന്നില്ല. അന്യോന്യം സ്നേഹമില്ലാത്ത ഒരു കാലഘട്ടം. അപ്പം അത് എല്ലാ ഫാമിലിയിലും അങ്ങനെയൊന്നുമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ വരുന്നതും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലായിരിക്കാം. എനിക്കൊന്നും കൂടുതൽ കാര്യം അവർക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടൊന്നുമില്ല, അന്യോന്യം ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അന്യോന്യം ഡിപ്പെൻഡ് ചെയ്യേണ്ടാത്ത പാർട്ട്നേഴ്സ് ആണെങ്കിലായിരിക്കാം എനിക്ക് തോന്നുന്നു കൂടുതൽ വരുന്നത്. അതല്ലെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ എന്നൊരു കണ്ടീഷൻ ആവുകയാണെങ്കിൽ, അങ്ങനെ ഒരു കണ്ടീഷനിലൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ ഒരു ഗ്രേ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു പദം അവിടെ ആവശ്യമില്ല, അല്ലേ? ഇപ്പം രണ്ടുപേരും ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ജോലിയുണ്ട്. ഭാര്യയ്ക്കും ജോലിയുണ്ട്, ഭർത്താവിനും ജോലിയുണ്ട്. അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. അവർ സ്വതന്ത്രമായി ചിന്തിക്കുന്നു, സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുന്നു. പക്ഷേ അന്യോന്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ എത്തിക്കഴിയുമ്പോൾ മതി, ഇവിടെ നമുക്ക് മതിയാക്കാം എന്ന് പറഞ്ഞ് അവർ ജീവിതത്തിൽ വേർപിരിയുന്നു. പക്ഷെ ഒരുപാട് നമുക്ക് വിഷമാണ്. അവരുടെ കുട്ടികൾ, ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ കുട്ടികൾ 10-23 വയസ്സൊക്കെ ആയി കാണും. ആ കുട്ടികൾക്കൊക്കെ അവർ പഠിച്ച് ഒരു നല്ല ലെവലിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും അച്ഛനും അമ്മയും വേർപിരിയുന്നത്. അവർക്കൊരു ഷോക്കാണ് ഇതല്ലേ, അവരുടെ അച്ഛനമ്മമാർ പെട്ടെന്ന് വേർപിരിയുന്നു. ഇനി അച്ഛനെ കാണണമെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകണം, അമ്മയെ കാണണമെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകണം. അപ്പം ഇന്ന് എന്താണ് ഇതൊക്കെ എന്താണ് ഇത്രയും കോമൺ ആവുന്നതെന്ന് എനിക്കറിയില്ല. പണ്ട് നമ്മുടെ ഒന്നും കാലഘട്ടത്തിൽ നമ്മുടെ അച്ഛനമ്മമാരും നമ്മുടെ അമ്മൂമ്മയും അപ്പൂപ്പനും അവരെയൊന്നും നമ്മൾ വേർതിരിച്ച് കണ്ടിട്ടേ ഇല്ല. അച്ഛൻ അമ്മ അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മൂമ്മ അങ്ങനെ ഒന്നിച്ചാണ് നമ്മൾ പറയുന്നത് തന്നെ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഡിവോഴ്സ് വളരെ കൂടിയിരിക്കുകയാണ്, അല്ലേ? സോഷ്യൽ അക്സെപ്റ്റൻസ് ഡിവോഴ്സിന് വളരെ കൂടുതലാണ് ഇന്ന്. അപ്പം അത് ചെയ്താലും ഇന്നൊരു പ്രശ്നമൊന്നുമില്ല. ആരും അതിനെ ചോദ്യം ചെയ്യാനും പോകുന്നില്ല. വ്യക്തി സ്വാതന്ത്ര്യം കൂടുതലാണ്. അതുകൊണ്ട് ഇതിനെ ആരും ചോദ്യം ചെയ്യാറില്ല. അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്നുള്ള ഒരു പരിസ്ഥിതിയായി. എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കാം ഇത് കൂടുന്നത്. പക്ഷേ ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെയുള്ള വാക്കുകളും ഈ ഡിവോഴ്സും ഒക്കെ നമ്മൾ കൂടുമ്പം ഞാനൊക്കെ വിചാരിക്കും, ഇന്ത്യ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ലൈഫ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും. പക്ഷെ ഇന്ന് മിക്കവരോടും ചോദിച്ചു കഴിയുമ്പോൾ അവർ സിംഗിൾ മദേഴ്സാണെന്ന് പറയും, അല്ലെങ്കിൽ സിംഗിൾ ഫാദറാണെന്ന് പറയും, അല്ലെങ്കിൽ കുറച്ച് പ്രായമായവരാണെന്ന് ചോദിക്കുമ്പോൾ ഡിവോഴ്സാണ് എന്ന് പറയും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലിയോടുകൂടി ഒരു സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവർ കേരളത്തിലൊക്കെ ഇന്ന് ഒത്തിരി കുറഞ്ഞെന്ന് തോന്നുന്നു. ഇനി ഒന്നിച്ച് ജീവിക്കുന്നവർ പോലും അഭിപ്രായ ഭിന്നതകൾ ഏറെയാണ്, അല്ലേ? എന്നും വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സെൽഫിഷ് മൈൻഡ് സെറ്റ് കൂടുതലാണ്. പരസ്പരം മനസ്സിലാക്കാനോ അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് അവരവരുടേതായിട്ടുള്ള ലൈഫ്, അവരവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ. പക്ഷെ ഒരാൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും മറ്റേ അത് സാധിച്ചു പോലും കൊടുക്കാത്ത ഒരു കണ്ടീഷനിലൂടെയാണ് പാർട്ട്നേഴ്സ് ജീവിക്കുന്നതും. അങ്ങനെ വരുമ്പോൾ ഒരു തരത്തിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാതെ വരുമ്പോൾ അവർ ഡിവോഴ്സ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ കൂടുതലാണ്. അതുകൊണ്ട് അത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്കും അങ്ങനെ ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരികയും ചെയ്യുന്നു. പിന്നെ വളരെ ഞാൻ പറഞ്ഞില്ല, തീരെ യോജിച്ച് പോകാൻ പറ്റാത്ത ഫാമിലി കാണും. ഭയങ്കര കുടിയനായ ഭർത്താവാണെങ്കിൽ കുറേ കാലം 10-25 വർഷം ഇയാളുടെ കുടി സഹിച്ച്
ഇയാളോട് ഒപ്പം ജീവിച്ചു കഴിഞ്ഞിട്ട് അവർക്കൊന്ന് ഫ്രീഡം കിട്ടുന്ന പോലെ അവർ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നവർ കാണുമായിരിക്കും. നമുക്കിതിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇപ്പം എല്ലാവരുടെയും ലൈഫ് ഒരുപോലല്ല. ഓരോരുത്തർ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ എത്രയുണ്ടെന്നും അതിൻ്റെ എത്രമാത്രമാണ് അവർ ബുദ്ധിമുട്ടുന്നതെന്നും മറ്റൊരാൾക്കും അറിയില്ല. അത് ആ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അതറിയാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിനെ ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇപ്പം ലിവിങ് ടുഗദറായിട്ട് ജീവിക്കുന്നവരുണ്ട്, പക്ഷേ നല്ല വശങ്ങളും ഉണ്ട്, ചീത്ത വശങ്ങളും ഉണ്ട്. പക്ഷെ നമുക്കതിനെ ഒന്നും ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല, അല്ലേ? അപ്പം ഞാൻ ഇങ്ങനെ ഒരു വേർഡ് കണ്ട അധികം നാളായില്ല ഞാനിത് കേട്ടു തുടങ്ങിയിട്ട്. അപ്പം ഇതിലോ കണ്ടപ്പോൾ ഞാനിതിങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്തു, അയ്യോ ഇതൊരു ഗ്രേ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു വേർഡ് കൊള്ളാം. പക്ഷേ എന്നാൽ നമുക്ക് കേൾക്കുമ്പോഴും ഭയങ്കര ഒരു സങ്കടമാണ് അത് കേൾക്കുമ്പോൾ. കാര്യം 10-25 വർഷം അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിൽ ഡിവോഴ്സ് ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഒരു സൈഡിൽ കൂടുതലുമാണ്. അതിൽ എല്ലാം പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കണ്ടേ, എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യണം. പ്രായമായി വരുന്ന സമയത്ത് അന്യോന്യം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്ത് ഇതേപോലെ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഹോസ്പിറ്റലിലൊക്കെ പോകാനും പ്രായമാകുമ്പോഴും ഒക്കെ ആരുമില്ല സഹായത്തിനെന്ന് പറയുന്ന ഒരു കണ്ടീഷനിലൂടെ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ പ്രായമായിട്ട് നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിലും പ്രായമായി കഴിഞ്ഞാൽ വയ്യാത്തൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നോക്കാൻ പോലും ഇന്ന് ഹോം നേഴ്സിനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ പോലുമല്ല, അത്രയധികം കാലം മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ നോക്കാനും പോലും ആരും കാണില്ല. കുട്ടികളൊക്കെ ദൂരെയാണെങ്കിൽ അവർക്ക് പറ്റില്ല. അങ്ങനത്തെ ഉള്ളൊരു കണ്ടീഷനിലൂടെയാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത് തന്നെ. എന്താണെങ്കിലും ഈ ഒരു വേർഡ് കേട്ടപ്പം അത് നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. പിന്നെ വേറൊരു വേർഡാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേട്ട ഒരു വേർഡാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഒരു വേർഡ്. അപ്പോൾ എന്താ ഈ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24-ൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഇതേപോലെ വേർഡ് ഓഫ് ദ ഇയർ ആയി പ്രഖ്യാപിച്ചൊരു വേർഡാണ് ഈ ബ്രെയിൻ റോട്ട്. ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേ 19-ാം നൂറ്റാണ്ടിലെ ഈ വേർഡ് എഴുത്തിലൂടെയും ഒരുപാട് പേര് എഴുത്തുകാരുടെയൊക്കെ എഴുത്തിൽ വന്നിട്ടുള്ള ഒരു വേർഡാണ്. പക്ഷെ അന്നൊന്നും അതിനത്രയും പ്രസക്തി ഇല്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പം 24-ൽ ഈ ഒരു വേർഡിന് വളരെയധികം പ്രസക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേർഡെന്ന് പറഞ്ഞാൽ വളരെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം റീൽസും സ്റ്റോറീസും ഒക്കെ കണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ട് കുട്ടികളുടെ മനസ്സിനെ അത് വളരെ ക്രിയേറ്റീവ് അല്ലാതാക്കുന്ന എന്ന് വെച്ചാൽ വളരെ ഡെഡായിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് കുട്ടികളുടെ മൈൻഡിനെ കൊണ്ടുപോകുന്ന ഒരു പദമാണിത്, ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നതാണ്. അപ്പം അത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ. കുട്ടികൾ ഇപ്പം 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു കൺട്രോൾ ഇല്ല. അപ്പം അവർക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കാണുന്നതിനും ചെയ്യുന്നതിനും റീൽസ് ഇടുന്നതും ഒക്കെ അവർക്കൊരു കൺട്രോൾ നമ്മൾ വെക്കേണ്ടതാണ്. എല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ രക്ഷിതാക്കൾക്ക് ഒരു കൺട്രോളുണ്ട്. കാര്യം കുട്ടികളെ 17 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ ചെയ്യാൻ അവരതിനെല്ലാം ഒരു സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ US-ലുണ്ട്, ചൈനയിൽ നിരോധിച്ചിട്ടുണ്ട്. കുട്ടികളധികം മൊബൈൽ യൂസ് ചെയ്യരുത് 17 വയസ്സ് വരെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇന്ത്യയിൽ ആ നിയമം അത്രയും സ്ട്രിക്റ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും മൊബൈലൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ മൊബൈൽ ഉപയോഗിക്കുന്നത് ചീത്തയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാര്യം കുട്ടികൾക്ക് ആവശ്യം വേണ്ട ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് യൂട്യൂബിലൂടെയും ഗൂഗിളിലൂടെയും നമുക്ക് ChatGPT-യിലൂടെയും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കാര്യം ഇന്നത്തെ കാലത്ത് അത് അത്യാവശ്യമാണ്. താനും എൻട്രൻസ് കോച്ചിങ്ങിനുമൊക്കെ ഒരുപാട് നമുക്ക് വിവരങ്ങൾ നമ്മളെല്ലാം പുസ്തകം റെഫർ ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഗൂഗിൾ വഴിയും ChatGPT വഴിയും നമുക്ക് വേണ്ട സബ്ജക്റ്റിനെ കുറിച്ചുള്ള മോർ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാൻ മൊബൈൽ അത്യാവശ്യമാണ്. പക്ഷേ അതിനും അവിടെയും ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഓവർ ടൈം ഇതിൽ വർക്ക് ചെയ്യുക, ഈ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ണിന് പ്രശ്നമാണ്. അത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ റീൽസും സ്റ്റോറീസും ഇൻസ്റ്റാഗ്രാമും ഇതിലൂടെയൊക്കെ ഒരുപാട് സ്ക്രോൾ ചെയ്ത് നോക്കുന്നതിലൂടെ ഒരുപാട് ടൈം പോവുകയും മൈൻഡ് ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി കുട്ടികൾക്ക് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മോശമാണ്. അപ്പോൾ ഈ വേർഡുകളൊക്കെ ഈ പുതിയ വേർഡുകളൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വേർഡാണ്. അതുപോലെ ജെൻ ഇസഡ് എന്ന് പറയുന്നു. ജെൻ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 90 to 2010 വരെ എന്ന് വെച്ചാൽ 2010 വരെയുള്ള ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരെയാണ് ജെൻ ഇസഡ് എന്ന് പറയുന്നത്. ജെൻ ആൽഫ എന്ന് പറയും. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് 2010 തുടങ്ങി അങ്ങോട്ടുള്ള ന്യൂ ജെൻ ആൾക്കാരെയാണ് ജെൻ ആൽഫ എന്ന് പറയുന്നത് അത്രയും.
അതിന് മുമ്പ് ജീവിച്ചവർ മില്ലേനിയൽസ് എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഓരോ പുതിയ വേർഡ്സ് വന്നപ്പോൾ ഞാനിതെല്ലാം ചുമ്മാ മൈൻഡിൽ കുറിച്ച് നമുക്കും അറിയണ്ടേ, നമ്മളിപ്പം ഇത്രയും ഈ ഒരു ഏജിലൊക്കെ ആയെങ്കിലും ഈ കുട്ടികളുടെ ന്യൂജൻ കുട്ടികളുടെ കുറേ വേർഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമ്പം ഞാനിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഈ ഗ്രേ ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു വേർഡ്, പിന്നെ അതേപോലെ ഇതും എന്തുവാണ് ഈ ബ്രെയിൻ റോട്ട്, ഇങ്ങനത്തെയൊക്കെയുള്ള വേർഡുകൾ കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ചുമ്മാ പറയാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് ഞാനത് പറയാൻ വന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ചുമ്മാ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഞാൻ വേറൊരു കണ്ടൻറ്റുമായിട്ട് വരാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പം ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ.